ഹലോ, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം നോമ്പൊക്കെ ആയല്ലോ അല്ലേ? ഞങ്ങളിവിടെയൊക്കെ നല്ല മഴയായിരുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്? എൻ്റെ വിങ്കയ്ക്ക് മഴയൊന്നും അത്ര നല്ലതല്ല. എന്താ പാടാവും, പൂക്കളൊക്കെ കൊഴിയോ എന്താണെന്നൊന്നും അറിയില്ല. കുറച്ച് വിങ്കൻ്റെ തൈകളൊക്കെ റെഡിയായി വരുന്നുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് കുറച്ച് സെയിൽ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെടികളൊക്കെ ഒന്ന് കണ്ട് നോക്കൂ. കുറേ തൈകളുണ്ട് പാവിയിട്ട്. മുട്ടും പൂക്കളൊക്കെ ആവാൻ കുറച്ചും കൂടെ ഒക്കെ ടൈം എടുക്കും. പൂക്കളൊന്നും ആവാതെ എനിക്ക് ഏതൊക്കെ ഹാങ്ങിങ്ങും ഉണ്ട്, സാധയുണ്ട്, നല്ല വെറൈറ്റി കളറുകളൊക്കെ കുറച്ച് അതും കൂടെ കാണണം. ഇതൊക്കെ നല്ല റെഡും പിങ്കൊക്കെ ആയിട്ടുള്ളതാണ്. ഹാങ്ങിങ് ഈ ഒരു കളർ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് എന്നെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെയൊക്കെ കുറേ തൈകളുണ്ട്. ഡെയ്സീൻ്റെ കുറച്ച് തൈകളൊക്കെ ഞാൻ മാറ്റി നട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പുതിയ വെറൈറ്റിയാണ്. ഇതിന് തൈകളൊന്നും ആയിട്ടില്ല, ഇപ്പോൾ പൂ ഇടണുള്ളൂ. നല്ല രസമാണത്. പക്ഷെ നമുക്കൊരു കെയറൊന്നും കൂടാതെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ്. പക്ഷെ പിടിച്ചാൽ മാത്രമേ അത് പിടിപ്പിച്ച തൈകൾ മാത്രമേ വേറെ അയിമന്ന് വേരോടെ പിടിച്ചൊന്നും പൊട്ടിച്ച് പിന്നെ തൈകൾ മാറ്റി നട്ട് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ അത് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു സുന്ദരിയാണ്, അതറിയാലോ. ഇതിൻ്റെ 3 കളറ് വാങ്ങിയിട്ട് ഒരു കളറേ പിടിച്ചുള്ളൂ. ഇതൊക്കെ വിങ്കൻ്റെ തൈകളാണ്. ഇത് വേറെ നല്ല രസമുള്ളൊരു കളറാണ്. അങ്ങനെ കുറേ തൈകളും ചെടികളൊക്കെ ഉണ്ട് സെയിൽ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ അതൊക്കെ അതിൻ്റെ പൂക്കളുണ്ടായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഞാൻ ശരിക്കും വീട്ടിലല്ല, ഞാൻ മോള് പ്രസവിച്ചിട്ട് ഒരു നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുകയാണ് 20-30 ദിവസം. അപ്പോൾ പോകുമ്പോൾ ഞാൻ എടുക്കുന്ന വീഡിയോ ആണ്. നനയ്ക്കാനൊക്കെ എനിക്ക് ഇടയ്ക്ക് പോകണം, വീട്ടിലൊന്നും ആരുമില്ല. ഒരുപാട് വിത്തുകളൊക്കെ കൊഴിഞ്ഞ് താഴെ വീണുണ്ട്. ടെറസിൻ്റെ മേലായതുകൊണ്ട് അവിടെ ഒന്നും പിടിക്കൂല. ചെന്നിട്ട് ഇഷ്ടം പോലെ പണിയുണ്ട്. എനിക്ക് കുറച്ച് 10 മണി, നല്ല റോസ് പൂവിൻ്റെ മാതിരത്തെ 10 മണിയാണ്. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ളത് തന്നെയാണ് കേട്ടോ. ഒക്കെ പൂക്കളും ഉള്ള സമയത്ത് ഇപ്പോഴും പൂക്കളുണ്ട്. വൈറ്റൊക്കെ ഇപ്പോൾ ഞാൻ പോയി ഒക്കെ കട്ട് ചെയ്ത് നേരെയാക്കിയിട്ടുള്ളൂ. നല്ല രസമാണ്. എന്നും പൂവുണ്ടാവും. ഇതിൻ്റെ കുറച്ച് കളറുകൾ ഒക്കെ നല്ല പൂക്കളായി നിൽക്കുന്നുണ്ട് കേട്ടോ. റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, ഡബിൾ കളറുകളൊക്കെ ഉണ്ട്. ഒരുപാട് കളറുകളുണ്ട്. പ്രാവശ്യം ഒന്നിനും പറ്റിയില്ല സെയിൽ ചെയ്യാനൊന്നും. അടുത്ത പ്രാവശ്യത്തേക്ക് കുറേ കുത്തിപ്പിടിപ്പിച്ച് നേരാക്കണം. ചെറിയ ചെറിയ കവറിൽ വെച്ചാൽ തൈകളായിട്ട് തന്നെ കൊടുക്കാൻ പറ്റുമല്ലോ. ചിലർക്കൊരു സംശയമുണ്ട്, തൈകളാകാഞ്ഞാൽ പിടിക്കൂല. അങ്ങനെയൊന്നുമില്ല. കട്ടിങ് ഈ സമയത്തും പിടിക്കും. ബൊക്ക പോലത്തെ പൂക്കളാണ് ഇതിനിട്ടോ. നല്ല രസമാണ് കാണാൻ. നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും മണ്ണും മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വിങ്കയ്ക്കും വലിയ കയറൊന്നും ഞാൻ കൊടുക്കില്ല കേട്ടോ. വിങ്ക ഇപ്പോൾ ഞാൻ കുറച്ച് DIP ഇട്ട് കൊടുത്തിരുന്നു, ഒരു 5-6 തരി. അപ്പം ഞാൻ ഇവിടുന്ന് പോരുമ്പോൾ അങ്ങനെ പൂക്കളൊന്നും ഇല്ല. ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോഴേക്ക് പൂക്കളൊക്കെ കുറഞ്ഞു. അപ്പം ഞാൻ ഇട്ടെടുത്ത് പോകുന്നതിന് ശേഷം ചെന്നപ്പോഴേക്ക് നല്ല പൂക്കൾ വന്നിട്ടുണ്ട്.
എത്ര പോരെ പഞ്ചായത്ത് പൂക്കളുണ്ട്. 3-4 ദിവസമായാൽ കൊയ്യാൻ തുടങ്ങും. ഇതൊക്കെ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് വിരിഞ്ഞ് വരുന്നതാണ് കേട്ടോ. കുറച്ച് തൈകളൊക്കെ ഉണ്ട് സെയിൽ ചെയ്യാൻ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചെടികളെ വീഡിയോ ഒക്കെ കാണാനും സെയിലും എല്ലാം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് എനിക്ക് കൂടിയേ തീരൂ. ലൈക്കും ഷെയറും കമൻറ്റും ഹൈപ്പും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണാം.